ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് എൻ്റെ ചാനലിൽ ഒരു നെയിം റിവീൽ ചെയ്യാൻ പോവാണ്. എന്താണെന്നല്ലേ, എൻ്റെ ചാനലിൻ്റെ നെയിം സിംപ്ലി ക്യൂരിയസ്. നിങ്ങളെല്ലാവരും എന്താ ഇങ്ങനൊരു നെയിം എന്ന് തോന്നുന്നുണ്ടാവും അല്ലേ? ഞാൻ പറയാം. ശരിക്കും ഞാൻ ഈ യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ വന്നത് സിംപ്ലി ക്യൂരിയസ് ആയിട്ടാണ്. കാരണം ഞാൻ ഒരു ബിഗിനർ. ഞാൻ ഈ യൂട്യൂബ് പ്ലാറ്റ്ഫോം എങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്ന രീതിയിൽ ശരിക്കും ബിഗിനറാണ്. എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് വീഡിയോസ് ഇടണം, എങ്ങനെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം ഒന്നും അറിയാതെ ജസ്റ്റ് ബിഗിനർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെതായ ക്യൂരിയോസിറ്റി ഉണ്ട്. എങ്ങനെയായിരിക്കും ആ യൂട്യൂബ് ജേർണി എന്ന് എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ നെയിം തന്നെ സജസ്റ്റ് ചെയ്തത്. സോ നിങ്ങളെല്ലാവരും ഓർത്തിരിക്കുക, സിംപ്ലി ക്യൂരിയസ്. ആൻഡ് എൻ്റെ ലൈഫ് നോക്കിയാലും ഞാൻ ചൈൽഡ്ഹുഡ് എൻ്റെ എയിം എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു 7th 8th സ്റ്റാൻഡേർഡ് ഒക്കെ പഠിക്കുമ്പോൾ എൻ്റെ എയിം ഒരു സയൻറ്റിസ്റ്റ് ആകുക എന്നുള്ളതായിരുന്നു. സോ അവിടുന്ന് ഞാൻ അത് കഴിഞ്ഞിട്ട് എൻ്റെ എയിം ആയി ഒരു ഡോക്ടർ ആവണം, MBBS എടുക്കണം എന്നുള്ള ഒരു എയിമിലേക്ക് പോയി. സോ ഞാനത് ഫോളോ ചെയ്തിരുന്നു. ഞാൻ 12th കഴിഞ്ഞിട്ട് നീറ്റിൻ്റെ എൻട്രൻസ് കോച്ചിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് കീപ്പ് അപ്പ് ചെയ്യാൻ സാധിച്ചില്ല. ദെൻ ഞാൻ അപ്പോൾ തന്നെ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് പോയി. എഞ്ചിനീയറിംഗിന് ചേർന്നു. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആയിരുന്നു ഞാൻ പഠിച്ചത്. പക്ഷേ ഞാൻ പറയുകയാണ്, ഇന്ന് വരെ എനിക്ക് എൻ്റെ ലൈഫിലൊരു റിഗ്രറ്റ് ഉണ്ടായിട്ടില്ല. ഞാൻ എനിക്ക് MBBS എടുക്കാൻ പറ്റിയില്ലല്ലോ, ഇങ്ങനൊരു റിഗ്രറ്റ് എനിക്ക് ഉണ്ടായിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എഞ്ചിനീയറിംഗ് ഫോർത്ത് ഇയർ കഴിഞ്ഞ ഉടനെ എനിക്ക് ലാസ്റ്റ് ഇയർ റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ ഞാൻ ക്യാമ്പസ് പ്ലേസ്മെന്റ് ത്രൂ IT ഫീൽഡിലേക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയിട്ട് പ്ലേസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ എനിക്കത് നല്ല പാക്കേജ് ഉണ്ടായിരുന്നു. നല്ലൊരു കമ്പനിയിലായിരുന്നു ഞാൻ ജോയിൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്ന് വരെ എനിക്കതിനൊരു റിഗ്രറ്റ് ഉണ്ടായിട്ടില്ല. എനിക്ക് പോകാൻ പറ്റിയില്ലല്ലോ എന്നൊരു റിഗ്രറ്റ് ഉണ്ടായിട്ടില്ല. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ, എൻ്റെ ലൈഫിലേക്ക് നോക്കുകയാണെങ്കിലും, എൻ്റെ ലൈഫിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ അൺഎക്സ്പെക്റ്റഡ് ആണ്. സോ ഞാൻ എൻ്റെ ലൈഫിൽ തന്നെ ക്യൂരിയസ് ആണ്. സോ ഐ തിങ്ക് ദിസ് സിംപ്ലി ക്യൂരിയസ് എന്ന് പറയുന്ന നെയിം എൻ്റെ ചാനലിന് ഭയങ്കര ആപ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് ഇതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ചാനലിൻ്റെ നെയിം റിവീൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് വൺ മോർ തിങ്, എനിക്ക് എൻ്റെ വീഡിയോസ് കാണുന്ന നിങ്ങളോട് എല്ലാവരോടും എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ എന്ന രീതിയിൽ പറയുമല്ല കേട്ടോ. എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളൊരു കാര്യം, എന്തെങ്കിലും ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ആൻഡ് നിങ്ങൾക്ക് അതിൻ്റെ ബേസിക് റിക്വയർമെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇമീഡിയറ്റ്ലി സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, എന്നെ തന്നെ എക്സാമ്പിളാക്കി പറഞ്ഞാൽ, ഈ യൂട്യൂബ് ചാനലിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ ഞാനൊരു 2 to 3 years എഗോ ഞാൻ പ്ലാൻ ചെയ്താണ് എനിക്കൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യണം, കുറച്ചൊന്ന് ലൈക്ക് ചാനലിൻ്റെ ജേർണി അന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ. ഇപ്പോൾ അന്ന് തൊട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ചിലപ്പോൾ മേ ബി എനിക്ക് കുറച്ചുകൂടെ സ്റ്റെപ്സ് ഫോർവേഡ് പോകാമായിരുന്നു എന്ന്. ബട്ട് അന്ന് ഞാൻ കുറേ കാരണത്താൽ ഡിലേ ആക്കി. മെയിൻ കാരണം ഞാൻ തന്നെയാണ് കേട്ടോ. എനിക്കുള്ള ലൈക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, ഇതിൻ്റെ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചുള്ള ലാക്ക് ഓഫ് അവയർനെസ് ആണ് ഈ ഒരു ഡിലേ ആയതിൻ്റെ കാരണം തന്നെ. സോ ഇന്നിപ്പോൾ ഞാൻ എടുത്ത ഡിസിഷൻ, ഓക്കെ എന്തായാലും തുടങ്ങാം, ഇമ്മീഡിയറ്റ് ആയിട്ട് തുടങ്ങാം. അത് കഴിഞ്ഞിട്ട് എന്താ നോക്കാം, ജസ്റ്റ് ക്യൂരിയസ്, അത് തന്നെ. സോ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ബേസിക് റിക്വയർമെന്റ്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് അത് നിങ്ങൾ തുടങ്ങാം. നമുക്കൊരു പഴഞ്ചലുണ്ട്, നാളെ നിങ്ങൾ ചെയ്യുന്നത് അത് കറക്റ്റാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് നാളേക്ക് ചെയ്യാം എന്ന് മാറ്റി വെച്ചാൽ അത് പിന്നെയും ഇങ്ങനെ നീങ്ങി പോകത്തുള്ളൂ. സോ നിങ്ങൾ അത് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. സോ അത്രേ ഉള്ളൂ. നിങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. സോ ബൈ.